എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഫ്താൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഈ മെറ്റീരിയൽ കൊണ്ട് കഫ്താൻ തയ്ക്കുക എന്ന് പറയുന്നത് ഈസിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് തയ്ക്കാൻ ആവശ്യമായ ആ കളർ നൂലും ഒരു സൂചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈകൊണ്ടാണ് തയ്ക്കുന്നത്. എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല, ഒരു പരീക്ഷണമാണ്. അപ്പോൾ എല്ലാവരും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ 2 മടക്കായിട്ട് തുണി വിരിച്ചിട്ടിട്ടുണ്ട്. ബെഡിലാണ് വെച്ചിട്ടുള്ളത്. വീഡിയോ എടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ വീനെക്ക് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു A4 ഷീറ്റിൽ വീനെക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഫ്രണ്ടും അതേപോലെ ബാക്കിലേക്ക് റൗണ്ട് നെക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. റൗണ്ട് നെക്കും ഞാനൊരു A4 ഷീറ്റിൽ കറക്റ്റ് അളവിന് വെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് അതേ അളവിൽ വെച്ചത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇങ്ങനൊരു വേസ്റ്റ് മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നെക്കിൻ്റെ പോർഷൻ തുന്നാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുന്നിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ദാ നൂലും എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ തുന്നിയെടുക്കാം. കണ്ടോ, മുഴുവൻ പോർഷനും നമുക്കിങ്ങനെ തുന്നിയെടുക്കണം. ഞാൻ സ്റ്റാർട്ട് ചെയ്തതൊന്ന് കാണിച്ചതെന്ന് മാത്രം. വീനെക്ക് തുന്നിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് പോർഷൻ. ബാക്ക് നെക്ക് ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാനിപ്പോൾ മടക്കി വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്നാണ് നോക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും. തുണി ഇതിന് പറ്റിയതായിരുന്നില്ല കറക്റ്റായിട്ട്. പക്ഷേ ഏതാ ഞാൻ പൈപ്പിംഗ് പോലെ കൊടുത്തു നോക്കി. അപ്പോൾ അതിന് കുറച്ചൊരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാ മൊത്തം, അതായത് വീനെക്കും ബാക്കിൽ വരുന്ന റൗണ്ട് നെക്കും ഞാനങ്ങനെ പൈപ്പിംഗ് പോലെ ചെയ്തെടുത്ത് തുന്നിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഷേപ്പ് തയ്ക്കണം. ഇത് കഫ്ത മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തയ്പ്പെല്ലാം ഡ്രസ്സിൻ്റെ നല്ല വശത്തു കൂടിയാണ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചുരിദാറിൻ്റെ അളവ് വെച്ചിട്ട് എത്രയാണ് എനിക്ക് ഷേപ്പിന് വരിക എന്നുള്ളത് അവിടെ ജസ്റ്റ് ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഒരു വൈറ്റ് ലൈനായിട്ട് നിങ്ങൾ കാണുന്നത്. ഇനി ഞാനിത് അവിടെ തുന്നിയിട്ടുണ്ട്. നെക്കും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കളറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൽ തുന്നിയിട്ടുള്ളത് കാണാത്തത്. ഇനി നമുക്ക് സൈഡിൽ ഒന്ന് തുന്നിയെടുക്കണം. സൈഡ് ഇതാ ഇതുപോലെ മടക്കി വെച്ച് ഞാനിത് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം നമുക്ക് 4 സൈഡ് തുന്നിയെടുക്കേണ്ടതായിട്ട് വരും. ഇതാ ഇവിടെ എല്ലാം ഞാനിപ്പോൾ തുന്നിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും ഞാൻ തുന്നിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെയും തുന്നിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി യോജിപ്പിച്ച് നമ്മുടെ കൈ കടക്കുന്ന വശം എത്രയാണോ അങ്ങനെ ഇടാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.